ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് നെല്ലിക്ക ഉപ്പിലിടാം. കാര്യം ഈ നെല്ലിമരം കണ്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു ആ നെല്ലിക്ക ഉപ്പിലിടണമെന്ന്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ നെല്ലിക്കയാണ് കേട്ടോ അത്. എന്നുവെച്ചാൽ ഒരുപാട് വലിപ്പമില്ല, തീരെ കുഞ്ഞതല്ലാത്ത മീഡിയം സൈസിൽ. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ നെല്ലിക്ക കഴിച്ചായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. ഇപ്പം അവിടെ ഇല്ല. ഈ ഒരു കമ്പിൽ തന്നെ എന്തോരം നെല്ലിക്ക നോക്കിയേ, നല്ല രസമാണ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലെങ്ങാനാണെങ്കിൽ ഇതിൻ്റെ പപ്പും പൂടയും പറിച്ച് തന്നെ കമ്പി, എന്താ പറയുക, ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ടോ കുലുക്കിയിട്ടോ എറിഞ്ഞിട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ പരിപ്പെടുത്തുന്നത്. പിന്നെ ഇവിടെ കുറേ പേരമരം ഉണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിമരം ഞാൻ ഒരു 2-3 കണ്ടിട്ടുള്ളെങ്കിലും നിറയുണ്ട്. പിന്നെ ഇവിടുത്തെ ബഡ്ഡീസ് കുറച്ച് ആൾക്കാർ എനിക്കിത് പറിച്ചതേ കൊണ്ടു തന്നു. കറുത്ത കവർ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കുന്ന മീൻ കവറല്ല കേട്ടോ. ഇവിടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കറുത്ത കവറിലാണ് കിട്ടുക. നമ്മുടെ നാട്ടിൽ മീൻ മാത്രം കിട്ടുന്ന കവറാണ് കറുത്തത്. പിന്നെ ഞാൻ നെല്ലിക്ക വീഴാത്തതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. കാരണം വീഴാത്തത് നോക്കി മാത്രം ഉപ്പിലിട്ടാൽ കുറച്ച് നാൾ നിൽക്കുമല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഞാനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. റൂബിക്കുട്ടൻ അതിൽ കൂടെ വന്ന് ഞാൻ എന്താ ചെയ്യണേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനും ഇത് കൈയിട്ട് വാരാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അവൻ്റെ അമ്മവൻ്റെ കാര്യം പിടിച്ചവിടെ ഇരിക്കുക കേട്ടോ. അവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെ അവിടെ ക്ലീൻ ചെയ്തു. ഡയപ്പറിൻ്റെ കവർ പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല, കുറച്ച് നെല്ലിക്ക അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കഴുകി ഇത്രയും ഞാൻ ഉണക്കാൻ വെച്ചു. കഴുകി വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചു. ഇത്രയും ആണ് നമുക്ക് ബാലൻസ് വന്നേക്കാം. കാരണം വെച്ചാൽ അത് വീണ് ചളുക്കൊക്കെ പൊട്ടുകയൊക്കെ ചെയ്തേക്കണതാണ്. അപ്പോൾ ഒരു ഭരണി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഭരണി ഫുള്ളായപ്പോഴത്തേനും ബാക്കിയുള്ളത് ഞാൻ ഈ ടിന്നിലിട്ട് വെച്ചു. പ്ലാസ്റ്റിക് ടിന്നിലിടുന്നത് നല്ലതല്ല, പക്ഷേ എൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഉപ്പിലിട്ടുന്നതിന് മുമ്പ് ഞാൻ തീറ്റ തുടങ്ങിയതാണ്. അങ്ങനെയൊക്കെ കഴുകി ടിന്നിലാക്കി. ഒരു 5-6 പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് ഇച്ചിരി വിനാഗിരി ഉപ്പും കൂടെ ഇട്ടു. എന്നിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളാട്ടം ഞാൻ ഇതിനകത്ത് ഒഴിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ ഇടാറ്. ഇതുപോലെ അല്ലാതെ വേറെ രീതിയിൽ എങ്ങാനും ആരെങ്കിലും ഉപ്പിലിടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ദേ ഇങ്ങനെയാണ്. ഇതിപ്പോൾ മിക്കവാറും ഞാൻ 2 ദിവസം കൊണ്ട് തിന്ന് തീർക്കും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക.